ഞാൻ 2-3 തവണ ബ്രോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിലതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും, പക്ഷേ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ടില്ലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ്. സാധാരണ ചിലതൊക്കെ പുറത്തുള്ള ഒരു ക്രിസ്പിനെസ് കഴിഞ്ഞ് അകത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ചിക്കന്. പക്ഷേ ഇത് അത്യാവശ്യം കുറച്ചൊരു എരിവൊക്കെ ആയിട്ടൊരു നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ക്ലീൻ ചെയ്തിട്ടുള്ള ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് വിനാഗിരി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ ഒരു ചിക്കനിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ അമർത്തി ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ ലെഗ് പീസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ വാങ്ങിച്ച സമയത്ത് ലെഗ് മാത്രം മാറ്റി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ അല്ലാത്ത ചിക്കൻ എടുത്താലും മതി കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ലെഗ് പീസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഇനി ഒരു കോട്ടിങ് വേണം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ, 1 കപ്പ് മൈദ, ഇത്രയും ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി, ഉപ്പ്, എരിവുള്ള മുളക് പൊടി തന്നെ കേട്ടോ, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ബേക്കിംഗ് പൗഡർ, അപ്പോൾ അതും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനാഗിരി, പിന്നെ അതുപോലെ തന്നെ പാല് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ പാല് നോക്കിയപ്പം ശരിക്കും ഇതിന് ഏകദേശം 1 കപ്പോളം പാല് വേണം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 1/2 കപ്പ് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിലേക്ക് ഞാൻ 1 മുട്ട ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ 1 കപ്പ് പാൽ ഒഴിക്കുകയാണെങ്കിൽ മുട്ടയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പാൽ 1/2 കപ്പേ ഉള്ളായിരുന്നു. അപ്പോൾ 1 മുട്ട ചേർത്ത് കൊടുത്തു. എന്നിട്ടും ആ ഒരു കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആവാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 2 കപ്പിൻ്റെ അടുത്ത് മൈദ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്തിട്ട് 2-3 തവണ ഒന്നിങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ 2-3 തവണ ഒന്നിങ്ങനെ അരിച്ച് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരിച്ചെടുത്തുള്ള ഒരു പൊടിയിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മേലെ ഇങ്ങനെ ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ ചെയ്യുമ്പോൾ കുറച്ച് പൊടികളൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അധികമുള്ള ഒരു പൊടി തട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു പാലും മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്ന ഒരു മിക്സറില്ലേ, അപ്പോൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിലൊരു കോട്ടിങ് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ആ ഒരു അരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ചിക്കൻ്റെ മേലേക്ക് ആ ഒരു പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പ്രസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ആ ഒരു നമ്മൾ ബ്രോസ്റ്റിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു ടെക്സ്ചറൊക്കെ വരുന്നത് ആ സമയത്ത് നന്നായിട്ട് ഇങ്ങനെ കുടയണ സമയത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഓയിലാണ് പൊരിച്ചെടുക്കുന്നത്. അതുപോലെ അത്യാവശ്യം തന്നെ നമ്മൾ ഈ മുങ്ങുന്ന അത്രയും എണ്ണ ഒഴിക്കണം കേട്ടോ. അപ്പം എന്നിട്ട് നമ്മളിതൊരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തു. എന്നിട്ട് കാരണം ഈ ചിക്കൻ്റെ ലെഗ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് ശരിക്കും കുക്കായിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചോര പോലെ കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കായെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബാക്കി 3 എണ്ണം കൂടെ ഞാൻ കോട്ടിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തു കേട്ടോ. ഞാനിതൊരു വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. കുറേ വീഡിയോസ് കണ്ടു, പലരും പല രീതിയിലാണ് ചെയ്യുന്നത് കണ്ടത്. പക്ഷേ എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കാണാനും ഏകദേശം ആ ഒരു ടെക്സ്ചർ തന്നെ വന്നു. മുമ്പൊരിക്കലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കോൺഫ്ലോറിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് ജസ്റ്റ് മൈദ മാത്രമാണ്. പക്ഷേ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു കോട്ടിങ് വന്നു. പക്ഷേ അകത്തൊക്കെ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ അകത്ത് ഇങ്ങനെ ആ ഒരു ചോര പോലെ ഒന്നും ഇത്തവണ ഇല്ലായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.